പിതാവേ കൃപയോട് കേട്ട് ഉത്തരവരണമേ. ആമേൻ ആമേൻ. സന്തോഷമുള്ളവർക്ക് അനുമതി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രക്തത്താഴ്ചയും ഓൾറെഡി 12 മണിയായി, ആരാധനത്തിന്റെ സമയമായി. ആമേൻ സ്തോത്രം ചെയ്യുന്നു. എങ്കിലും പെട്ടെന്ന് ആമേൻ സ്തോത്രം കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കണം. വളർച്ച, ആമേൻ ഗ്രോത്ത് എന്നൊരു വിഷയമാണല്ലോ ഈ വർഷം പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ചിന്താ വിഷയം. 2026 a year of spiritual growth and maturity growing. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ആത്മീക വളർച്ചയുടെ ഒരു വർഷം, മാത്രമല്ല വളരുമ്പോൾ പക്വതയോടെ വളരാൻ ഉള്ളൊരു വർഷം. ഈ ദിവസങ്ങളില് ആമേൻ സ്പിരിച്വൽ ഗ്രോത്ത് ഒരു ആഴമേറിയ വിഷയമാണ് പ്രിയമുള്ളവരെ. ഞായറാഴ്ച വന്ന് ആരാധിച്ചിട്ട് പോകുന്നതല്ല ആത്മീക വളർച്ച. ആമേൻ 2 അന്യഭാഷ പറയുന്നതല്ല ആത്മീക വളർച്ച. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒന്നും അല്ല ആത്മീക വളർച്ച. സ്പിരിച്വൽ ഗ്രോത്ത് ഇസ് സംതിങ് ഡിഫറെന്റ്. എന്നോട് കൂടെ നിങ്ങൾ സഞ്ചരിച്ച ഒത്തിരി ആഴങ്ങളാ. സോ ബ്യൂട്ടിഫുൾ. ഇന്നലെ രാത്രി ആയിരുന്നിട്ട് അവൻ സുഹൃത്തിന് ഒരു ഉറങ്ങുന്നില്ലേ, കാരണം ഇത് വചനം വന്നു കഴിയുമ്പോൾ ഉറക്കമൊന്നും തോന്നത്തില്ല. അവൻ ഒത്തിരി മർമ്മങ്ങൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒത്തിരി ഇങ്ങനെ പരിശുദ്ധമായ ഓരോ ചിന്തകൾ തരും. അവൻ സ്വന്തം റിജിന്റെ ജീവിതത്തിൽ അത് കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി ഞാൻ കാണുന്നു. ഈ സ്റ്റാർട്ടഡ് ഫാസ്റ്റിംഗ്. അവൻ ബുക്കുകൾ വാങ്ങണം, വായിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ദൈവം കൊടുക്കാൻ തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾ ഒരു കാര്യത്തോളം യു ഹാവ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. വളർന്നില്ലെങ്കിൽ എന്നും ബേബ്സ് ആയിരിക്കാം. ബേബ്സ് ആകാൻ, കുഞ്ഞുങ്ങളായിട്ടിരിക്കാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, വളരാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതുകൊണ്ട് എവിടെ വരെ വളരണം? അൺ ടു ദ ഹെഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ വളർച്ച എവിടെയോട്ടാ? ക്രിസ്തുവാകുന്ന തലവ. ഈ വളർച്ച നമ്മൾ വളരുമ്പോഴാണ് കേൾക്കുന്ന പ്രസംഗങ്ങൾ, പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ അത് കറക്റ്റ് ആണോ ഇല്ലയോ തിരിച്ചറിയാനായിട്ട് നമ്മെ കൊണ്ട് സാധിക്കും. ക്രിസ്തുവാകുന്ന തലയോളം വളർന്നില്ലെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ ആമേൻ പറയുകയും എല്ലാത്തോടും ചേർന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നവരാകും. ആമേൻ. എന്നാൽ ക്രിസ്തുവിൽ വളരുമ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറക്കും. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയത്തിൽ നമുക്ക് തന്നിരിക്കുന്ന താക്കോൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എഫെസ് ലേഖനം എടുത്തായിട്ട് അത് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എഫിഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 15 and 16. സത്യം പറഞ്ഞാൽ 12 മുതൽ വായിക്കണം. 15, 16 വായിച്ചിട്ട് നമുക്ക് 12 മുതൽ ഒന്ന് വായിക്കാം. എന്തിനാ ചോദിച്ചാൽ നമ്മൾ അറിയണം എങ്ങനെയാണ് ഗോഡ് ഇൻവെന്റഡ്, ഗോഡ് ഡിസൈൻ ഓഫ് ദ ചർച്ച്. സഭയെ എങ്ങനെയാണ് ദൈവം രൂപകൽപ്പന ചെയ്തത്? ഓർത്തോണം, പിന്നീട് വന്നതൊക്കെ മനുഷ്യൻ ആഡ് ചെയ്തതാണ്. അവൻ സ്വന്തം മനുഷ്യൻ കൂട്ടിച്ചേർത്ത കാര്യങ്ങളുണ്ട്, ദൈവം ഡിസൈൻ ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വചനം പരിശോധിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ ഡിസൈൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ലൊരു ശതമാനം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ ചർച്ചകൾ അവൻ ജനിക്കുന്നത്. ഞാൻ ഓർത്തഡോക്സ് സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ട്. അവര് ബൈബിള് പഠിപ്പിക്കത്തില്ല, നമ്മളെ ട്രഡീഷൻസ് പഠിപ്പിക്കും. ട്രഡീഷൻസ് എങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. വചനത്തിൽ ഒരു കണക്ഷനും ഇല്ല. ഓടി വന്നിട്ട് സുവിശേഷം കണ്ടിട്ട് കഥകൾ പഠിപ്പിക്കും. ഇങ്ങനല്ല വചനം. ഓർക്കണം, ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ബൈബിളിലെ പുസ്തകങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ യേശുവിനോട് ചേർന്ന് നിന്ന സമയത്ത് എഴുതിയ പുസ്തകങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ, എഴുതിയ പുസ്തകങ്ങൾ. അപ്പം സത്യം അറിയണമെങ്കിൽ അന്ന് എഴുതിയ പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് അവരെന്ത് ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് വായിക്കാം. ലെറ്റ്സ് റീഡ് എഫീഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 15 and 16. എടുത്തവർ ഉറക്ക വായിച്ചാണ്. എഫെസ്യ ലേഖനം 4:15-16. ശ്രദ്ധിച്ചോണേ, നിങ്ങൾക്ക് എന്തും ഒരു കാര്യം എല്ലാവരോടും നമുക്ക് പറയാം, പക്ഷെ പോകുമ്പോൾ ആർഗ്യുമെന്റേറ്റീവ് ആയിട്ട് പോകില്ല. ആരെയും നമുക്ക് തർക്കിച്ച് തോപ്പിക്കാനോ അവർ തെറ്റാണെന്നോ നമ്മുടെ വിഷയമല്ല പ്രൂവ് ചെയ്യാൻ. ആമേൻ. സത്യം പറയണം. എങ്ങനെ പറയണം? സ്നേഹത്തിൽ. സത്യം പറഞ്ഞ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറയും. ഒത്തിരി പേര് രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും. എന്നാൽ പോയാൽ പിന്നെ ഇതിനെക്കുറിച്ച് ആരും മിണ്ടത്തില്ല. എല്ലായിടത്തും പോയി ചെയ്താൽ നിൽക്കും. ഞാൻ രക്ഷിക്കപ്പെട്ട ആണോ വല്ലോടും പറഞ്ഞിട്ടുണ്ടോ? സത്യത്തെ കുറിച്ചില്ല. അത് വലിയ ഡേഞ്ചറാണ്. അങ്ങനെ ആകല്ലേ. നിങ്ങൾ രക്ഷയിലേക്ക് വരുമ്പോൾ ദേശത്ത് നിങ്ങളെ ഒരു വാച്ച്മാൻ ആയിട്ട് സ്ഥാപിച്ചേക്കുക. യു ആർ ദ വാച്ച്മാൻ. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ അപ്പച്ചനോ അമ്മച്ചിയോ നിങ്ങളുടെ രക്തബന്ധങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ സത്യം ദൈവം നിങ്ങളെ പഠിപ്പിച്ചെങ്കിൽ അത് സത്യമാണെന്ന് ചങ്കനകത്ത് ഇഫ് യു ആർ ഷ്യൂർ. ചെറിയ ഉമ്മ പറഞ്ഞു കേട്ട് പോയി സ്നാനപ്പെട്ടവരുണ്ട്. ഒരിക്കലും പറഞ്ഞു കേട്ട് ചെയ്യല്ലേ. എന്താ ചെയ്യുന്ന അറിഞ്ഞു വേണം സ്നാനപ്പെടാൻ. എന്തിനാണ് സ്നാനപ്പെട്ടതെന്ന് അറിയണം. ആമേൻ. അത് നിങ്ങളുടെ ഉപദേശം ഞാൻ ഒരിക്കലും പറയുമ്പോൾ പെന്തക്കോസ്തി വരല്ലേ, പ്ലീസ് പോകല്ലേ. നിങ്ങൾ ഓർത്തഡോക്സിൽ പോകുന്ന പോലെ ഉള്ളൂ, മർത്തമായി പോകുന്ന പോലെ. ഇന്ന് പെന്തക്കോസ്തി വന്നവനൊന്നും നന്നാകത്തില്ല. എന്നാൽ കർത്താവിന്റെ വചനം ഫോളോ ചെയ്യാൻ വന്നവനാണെങ്കിൽ യു വിൽ ബി ബ്ലെസ്ഡ്. പെന്തക്കോസ്ത് എന്നൊരു സഭ യേശു സ്ഥാപിച്ചിട്ടില്ല. അതെന്നും ഞാൻ പറയും. പെന്തക്കോസ്ത് സഭയെ യേശു സ്ഥാപിച്ചിട്ടില്ല. ബൈബിളിലെങ്ങും പെന്തക്കോസ്ത് സഭ, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫെസ്റ്റിവൽ. യഹൂദന്മാരുടെ 50-ാം ദിവസം എന്നേ പെന്തക്കോസ്ത് അർത്ഥമുള്ളൂ. 50-ാം ദിവസം
എലവേറ്റഡ് ആകാൻ കാരണം എന്താ ചോദിച്ചാൽ യേശു ക്രിസ്തു 40th ഡേ ആണ് അവൻ അസെൻഡ് ചെയ്തത് ഹെവനിലോട്ട്. യേശു പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, സഭയോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സിറ്റി വിട്ടു പോകല്ലേ, ഡു നോട്ട്. കാരണം യേശുവിന് അറിയാം, കൂടെ ഇരുന്ന് വചനം, സാക്ഷാൽ വചനം കൂടെ ഇരുന്ന് 3.5 വർഷം വചനം ഗൈഡ് ചെയ്തിട്ടും ശങ്കരം പിന്നേലും എവിടെയാ? തെങ്ങേല അല്ലേ? ഇംപ്രൂവ്മെന്റ് വല്ലതും ഉണ്ടോ? നോ വൺ ഇസ് ദർ വിത്ത്. 3.5 വർഷം കൂടെ കൊണ്ട് നടന്നിട്ടും പത്രോസ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ. പക്ഷെ ഈ പുള്ളി കൂടെ ഉണ്ടോ? തള്ളി പറഞ്ഞല്ലേ, പ്രാവി. 3.5 വർഷം അപ്രന്റിസ് ആയിട്ട് നടന്നിട്ടാ. ബൈബിൾ കോളേജിൽ നിന്ന് രക്ഷിക്കത്തില്ല. നിനക്കൊരു തലയറിവ് കൂട്ടുമെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ കൺട്രോള്, നിയന്ത്രണം. നീ അറിവ് കൂടുന്നു. ഞാൻ ഇവിടെ അങ്ങനെയാണെങ്കിൽ ശലോമോനാണായിരുന്നു ഏറ്റവും എല്ലാം നന്നായിട്ട് ചെയ്യേണ്ടത് അല്ലേ? ലോകത്തില് ശലോമോന് മുമ്പ് ജീവിച്ചവരിനും ശലോമോന് ശേഷം ജീവിച്ചവർക്കും ശലോമോനെ പോലെ ജ്ഞാനം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ദൈവവഴികൾ നടന്നോ? ഏറ്റവും വേഴ്സ്റ്റ് അല്ലേ? അവന് എത്ര, എനിക്ക് ഓർമ്മയില്ല, ഞാൻ പോലും മറന്നുപോയി, എത്ര വെപ്പാട്ടികളും 300 കൺകുബൈൻസ്, 700ഓളം ഭാര്യമാർ. മൈ ഗാഡ്! ഒരു ഭർത്താവിനെ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസം, ഒരു ഭാര്യ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസം. ഓക്കെ, ജ്ഞാനം ഒത്തിരി വർദ്ധിച്ചു. ബൈബിൾ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല സഹോദര. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ യേശുവിനെ മാറി ചാരി അപ്പം ചാരി മുക്കി തിന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആണ്ടദൈവത്തിനൊക്കെ ആ പാദം കഴുകിക്കൊണ്ട് പാദം കഴുകി സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തണേ, നമ്മളൊക്കെ വിചാരിക്കും ഞാൻ യേശുവിന്റെ കൂടെ ഇരുന്ന, യേശു എനിക്ക് അപ്പം ചാരി മുക്കി തന്ന, ഓ ഐ ആം ദ ബ്ലെസ്ഡ്. നോ, യു ആർ നോട്ട്. യേശുവിനെ മാറി ചാരി അപ്പം ചാരി മുക്കി വായിലോട്ട് തരുമ്പോഴും പിശാചിനകത്ത് അല്ലേ? പിശാചിന്റെ ഉള്ളത്തിൽ കടന്നു എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം തന്നെ എന്നെ നടത്താൻ പരിശുദ്ധാത്മാവിനെ പറ്റും. അതുകൊണ്ട് യേശു പറഞ്ഞു, നഗരം വിട്ടു പോകാതെ പ്ലീസ് ടാരി. അവന് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നമ്മളെ കൊണ്ട് പറ്റാത്ത ഇടങ്ങളിൽ ഹെൽപ്പ്. സൗണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ, മോളെ വാക്ക് ഇൻ ദിസ് വേ. ഇടത്തോട്ടോ വലത്തോട്ടോ, വഴി ഇതാകുന്നു. ഇതിന് ഇമ്പമേറിയ സൗണ്ട് പറയുക. ഹോളി സ്പിരിറ്റിനെ കഴിയുന്നു. ഈ ദിവസം കരയണം, കർത്താവേ ഒത്തിരി ഞങ്ങൾ ആകാശം കീഴ്മേൽ മറിച്ചില്ലേലും എനിക്ക് ആ ശബ്ദം എന്താ? കാരണം ഈ ജഡം ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ കൊതിക്കാത്ത ജഡമാണ്. അതിന്റെ ഫ്ലഷിന്റെ ഇഷ്ടത്തിനും ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് പോകാൻ കൊതിക്കുന്ന, നമുക്ക് ശരിയെന്ന് തോന്നുന്ന ചെയ്യുന്ന ഒരു ജഡമാണ്. അവിടെ നിന്റെ ശബ്ദം എനിക്ക് വേണം. നിൻ ശക്തി, കാഴ്ച, ശബ്ദങ്ങൾ ഏറെ വേണം. വിശ്വാസം പോരിൽ നിൽക്കാൻ, ഈ സ്പിരിച്വൽ ബാറ്റിൽ ഫീൽഡ് നിൽക്കണമെങ്കിൽ അവന്റെ ശക്തി വേണം. ശക്തിയോടുകൂടെ വരുന്ന വിഷൻ വേണം. അതൊരു ശബ്ദം വേണം. കാരണം ജഡം ഓൾവേസ് പുൾസ് യു ഇൻ ടു യുവർ തോട്ട്, യുവർ അനാലിസിസ്. നിങ്ങൾ വളർന്നു വന്ന നിങ്ങളുടെ അറിവനുസരിച്ച് നിങ്ങളെ കൊണ്ടുപോകാൻ ഈ ജഡം വലിക്കുമ്പോൾ പുറകിൽ ഹോളി സ്പിരിറ്റ് ഷൗട്ട് കേൾപ്പിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, പോകല്ലേ, സിറ്റി കാത്തിരിക്കണം. അവർ 40th ഡേ സ്വർഗാരോഹണം ചെയ്ത യേശു 10 days കൂടെ നോക്കണം. ആരൊക്കെ ആയിരുന്നു ഓർത്ത? യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ. ചില ഞാൻ പരിശോധന ഒരിക്കൽ കിട്ടിയല്ല, യു ഹാവ് ടു ഹാവ് ഇൻഫില്ലിംഗ്. അത് നിറച്ചുകൊണ്ടിരിക്കണം. യേശുവിന്റെ അമ്മയാണല്ലോ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആളല്ലേ? യേശുവിന്റെ അമ്മയുടെ ഉദരത്തിലാണ് ആര് ഉരുവായത്? യേശു അല്ലേ? ഹു ഫോംഡ് ഹോളി സ്പിരിറ്റ്. അത്യുന്നതന്റെ ശക്തി ഇതിനെ. യേശുവിന്റെ അമ്മ പറഞ്ഞു, ഓ ഞാൻ പണ്ട് പരിശുദ്ധാത്മാ പറയും, നിങ്ങൾ എന്നെ ഇരുത്തണ്ടെന്ന് കൊണ്ട് പറഞ്ഞില്ല. അമ്മ ഉൾപ്പെടെ 120 people died. ഈ ദിവസം ദൈവം പറഞ്ഞു, താവേ ഞങ്ങൾക്ക് നമ്മൾ വെച്ചിട്ട് കാത്തിരിപ്പ് പോകണം. താവേ യു ഹെൽപ്പ് us. നമ്മുടെ മനസ്സിൽ തോന്നിയതുകൊണ്ടിരിക്കാനല്ല, കർത്താവേ ഞങ്ങളെ ഇരുത്ത്. കാരണം ഈ ശക്തി ഇല്ലാതെ പറ്റത്തില്ല. വി വാണ്ട് ടു ബ്ലെസ്. ഈ നഗരത്തെ നമുക്ക് കീഴ്മേൽ മറിക്കണം. ഒത്തിരി പേരൊന്നും വേണ്ട കീഴ്മേൽ മറിക്കാൻ, ഒത്തിരി പേര് വേണ്ട. ഗിദെയോനോടുകൂടി 10,30,000 പേര് കൂടി വന്നു. കർത്താവ് പറഞ്ഞു, ഇത്രയും പേര് കത്തിയാൽ ഇത്രയും പേര് മതി. സിറ്റി ഓഫ് ഫിലഡൽഫിയെ കീഴ്മേൽ മറിക്കാൻ നോക്കല്ല. കെൻസിംഗ്ടൺ എന്നൊരു സ്ഥലമേ ഇവിടില്ല. കെൻസിംഗ്ടൺ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിട്ട് മാറ്റാൻ കഴിവുള്ള യേശു ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ ഡ്രഗ് അഡിക്ട്സിനെ ഇന്നും നാട്ടിലുൾപ്പെടെ എവിടെ, അമേരിക്ക പോലും അറിയാത്തവനറിയാൻ ചിന്തനെ കുറിച്ച്. നമ്മൾ പാർക്കുന്ന നഗരമാണ് ഓർത്തണം. എന്നെ ഏൽപ്പിച്ച സിറ്റിയാ.
കാവൽക്കാരാ ശുഭാരവ വന്ന് മക്കളെ ഉണ്ടാക്കി ജോലി ചെയ്ത് ഓടിപ്പോകാനല്ല. ഓർത്തോണം, ഇവിടുന്ന് കുക്കു സാഹിബിനെ പോലുള്ള നാട്ടിൽ വന്നു, മലയാളം ഭാഷ പഠിച്ചു, നമ്മുടെ രീതിയിലായി. അവർ നമ്മുടെ ഗ്രാമർ ഉണ്ടാക്കി നോക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ജോലി, എന്റെ ഇതൊന്നല്ലാതെ കർത്താവെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ഹോളി സ്പിരിറ്റ് എന്നെ നയിച്ചാൽ അവൻ ഗിദെയാന്ന് പറയുമ്പോൾ നിന്റെ ഈ ബലത്തോടു കൂടി പോകാം. നീ ഏറ്റവും ബലഹീനനായിരിക്കും, പക്ഷെ ആത്മാവ് നിന്നെ ഏറ്റെടുത്താൽ നീ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദൈവമുണ്ട്. സമയമില്ലപ്പോ അവൻ നോക്കണം, 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് വന്നുകൊണ്ട് നന്നാകണമെന്നില്ല. അവൻ സ്വന്തം പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ 50-ാമത്തെ ദിവസം ഹോളി സ്പിരിറ്റ് ഇറങ്ങി വന്നു. യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ അവിടെ കൂടിയിരുന്നു. അന്നാണ് അപ്പോസ്തലന്മാർ ചേഞ്ച് ആയത്. ഈ ദിവസം കർത്താവേ, എന്റെ ജനം എന്നെ പാപത്തിലേക്ക് വലിച്ചിരുന്നൊരു ജനമാണ്, എനിക്ക് ആത്മശക്തി. അപ്പൊ മടങ്ങി വരാം. ഈ വർഷം പരിശുദ്ധമ്മ പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ ഓർത്തോണം, സത്യം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ സ്നേഹത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സത്യം പറയണം. ചിന്തിച്ചേ, ഞാൻ ഒരു ജസ്റ്റ് ഒരു അനാലജി പറയാം. നിങ്ങൾ സ്വന്തം ചെയ്യുന്ന വഴിയെ നടന്നു പോകുകയാണ്. നിങ്ങൾ കുറച്ചുകൂടെ പോയപ്പോൾ അവിടെ വലിയൊരു പോട്ട് ഹോൾ, പോയാൽ ആരും രക്ഷപ്പെടത്തില്ല, കാണത്തില്ല, ഇരുട്ടാ. നിങ്ങളത് കണ്ടു, തിരിച്ചറിഞ്ഞു, യു ആർ കമ്മിങ് ബാക്ക്. അങ്ങോട്ട് പോയ ഡേഞ്ചർ. പോകുന്ന വഴി തിരിച്ചു വരുമ്പോൾ ഒരു വലിയ കൂട്ടം ജനം അങ്ങോട്ടങ്ങ് പോവുക. നിങ്ങൾ കണ്ടിട്ട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അവസരം അവർക്ക് നമ്മളെക്കാളും അറിവുണ്ടെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. പക്ഷെ നിങ്ങൾക്കറിയാൻ പോയ രക്ഷപ്പെടത്തില്ല. അത് അപ്പനാണേലും അമ്മയാണേലും രക്തബന്ധങ്ങളാണേലും നിത്യ നരകത്തോടെ പറഞ്ഞു. കർത്താവ് നമ്മളെ ന്യായീകരിക്കുന്നത് സുവിശേഷ പ്രകാരമാണ്, പാരമ്പര്യം വെച്ചല്ല, സഭയുടെ എഴുത്തുകൾ വെച്ചല്ല, സുവിശേഷ പ്രകാരമാണ്. ബട്ട് യു നോ ദ ട്രൂത്ത്. അവൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യ നരകത്തിൽ പോകുന്ന സത്യം അറിയാം. രക്ഷിക്കപ്പെടുന്ന രക്ഷയുടെ പ്രക്രിയയിൽ ഉൾപ്പെട്ടതാണ് സ്നാനം. അവൻ രക്ഷിക്കപ്പെട്ടവർ മണിക്കൂറുകൾ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച് സ്നാനപ്പെടുത്തി എന്നല്ല ബൈബിൾ പറയുന്നത്. ഇൻസ്റ്റന്റ്ലി, ഇമ്മീഡിയറ്റ്ലി ദേ വർ ബാപ്റ്റൈസ്ഡ്. കാരണം രക്ഷിക്കപ്പെട്ടു ഉടനെ ക്രിസ്തുവിന്റെ മരണത്തോട് ചേരുക, നിത്യമരണം രക്ഷപ്പെടാൻ. ഇത് ഞാൻ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ഞാൻ പോയിട്ട് എന്റെ രക്തബന്ധങ്ങളോടും കാണുന്നവരോട് അവർ ഒഫൻഡഡ് ആവുമെന്ന് ഞാൻ പറയാതിരുന്നാൽ അവരാ പോകുന്നതിൽ കുഴിയിൽപ്പെടും. എന്നെ പോലെ ദ്രോഹി വേറെ ആളുകളുണ്ടോ? ചിന്തിക്കണം, ഇതുപോലെ ചിന്തിക്കണം. മടങ്ങി വേണ്ട ഈ ദിവസങ്ങൾ കർത്താവേ, ഞാനത് പറയുമ്പോൾ അവരെ താഴ്ത്തിക്കെട്ടാനോ അവരെ ഹർട്ട് ചെയ്യാനോ, ഹമ്പിളായിട്ട് സ്നേഹത്തിന് സത്യം സംസാരിച്ചു വായിച്ചു. അടുത്തത് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. 16-ാമത്തെ വാക്യം വായിച്ചോ. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനും ഉള്ള ഏത് സന്ധിയിലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അതിൽ നിന്നും വളർച്ച പ്രാപിക്കുന്നു. നോക്കൂ, അങ്ങനെ ക്രിസ്തുവാകുന്ന തലയോളം വളരുമ്പോൾ നമ്മുടെ ഓരോ ഓർഗൻസും ഓരോ സിന്യൂസും ഓരോ മസിൽസും ചേർന്ന് വർക്ക് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യത്തോടെ നടക്കാൻ പറ്റുന്നത്. ക്രിസ്തുവിൽ നിന്ന് സ്നേഹത്തിൽ വളരാൻ ഇടയാകും. അതിനുവേണ്ടിയ ആരംഭത്തിൽ പൗലോസ് പറയുക, 12-ാം വാക്യം മുതൽ പറയുമ്പോൾ ചർച്ചിന് ചില ഓഫീസുകൾ കൊടുത്തു. നിങ്ങൾ നോക്കുമ്പോൾ 5 ഓഫീസ് സഭയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലെങ്ങും പ്രീസ്റ്റ്ഹുഡ് ഉണ്ടോ എന്ന് നോക്കണം. 12-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ട്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പരിശുദ്ധവും. 11 വായിച്ചു. അവൻ ചിലരെ അപ്പോസ്തലന്മാർ. പോൾ പറയുക, അവൻ ചിലരെ അപ്പോസ്റ്റൽസ് ആക്കി, ചിലരെ പ്രവാചകന്മാർ, ചിലരെ പ്രോഫറ്റ്സ് ആക്കി. ചർച്ചിനും അപ്പോസ്തലന്മാരുണ്ട്, പ്രോഫറ്റ്സ് ഉണ്ട്, ചിലരെ സുവിശേഷൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, സുവിശേഷകന്മാരാക്കി. അടുത്തത് ഇടയന്മാർ, പാസ്റ്റേഴ്സ് ഉണ്ട്, ചില ടീച്ചേഴ്സ്. 5 ഓഫീസസ് ഫോർ ചർച്ച്. അവിടെയൊന്നും പ്രീസ് എന്ന് പറയുന്നില്ല. കാരണം പ്രീസ്റ്റ്ഹുഡ് നിർത്തി. യേശു ക്രിസ്തു കാൽവരി കുരിശിന്മേൽ മരിച്ചപ്പോൾ ഹി ബിക്കേം ദ ഹൈ പ്രീസ്റ്റ്. തന്റെ ചോരയെടുത്ത് പാതാളത്തിൽ പോയി വിശുദ്ധന്മാരുടെ ട്രെയിനുമായി മുകളിലോട്ട് രക്തവുമായി പോയി പിതാവിന്റെ അടുക്കൽ കാഴ്ചവെച്ച് നിത്യമായ രക്ഷ സ്ഥാപിച്ചു. എന്റെ ഹൈ പ്രീസ്റ്റ് ആയിട്ട് ജീസസ് വെന്റ് അഹെഡ്, സ്വർഗത്തിലെ ഹോളീസ് ഓഫ് ഹോളീസിലേക്ക് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിത്യ മഹാപുരോഹിതനായ ഹൈ പ്രീസ്റ്റായി യേശു ഇരിക്കുക. അപ്പോൾ അവനൊരു കാര്യം ചെയ്തു.
ആമേൻ. ഇനിയും ഒരു അതിപരിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം ഇല്ലെന്ന് വരുത്താൻ ദൈവം തന്നെ ജെറുസലേം ടെമ്പിളിലെ തിക്കായിട്ടുള്ള കട്ടിയുള്ള തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ എന്ത് ചെയ്തു? ഇനി ഒരു മധുബഹ ഇല്ല, ഒരു തിരശ്ശീലയില്ല. ആ കൃപാസനം അല്ലെങ്കിൽ ആർക്ക് ഓഫ് ഗോഡ് ഇരിക്കുന്ന അവിടെ അതിന്റെ മുകളിലാണ് മെർസി സീറ്റ്. അതിന്റെ മധ്യത്തിലോട്ട് ദൈവസ്ഥാനത്ത് ഇറങ്ങി വരുന്നത്. അവിടെ ആണ്ടിൽ ഒരിക്കൽ ഹൈ പ്രീസ്റ്റിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ കർത്താവ് അങ്ങോട്ട് വലിച്ചു കയറിയിട്ട് പറഞ്ഞു, മനുഷ്യ, ഐ എം മേക്കിംഗ് യു പ്രീസ്റ്റ്. ഐ മീൻ നിങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും. പത്രോസ് പറയാ രാജകീയ പുരോഹിത വർഗമാക്കി. യോഹന്നാൻ പറയുക അവൻ വെളിപ്പാടില് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. നിനക്ക് കടന്നു വന്ന് ശുശ്രൂഷിക്കാം, നിനക്ക് ആൾക്കാർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യാം. അവൻ സ്വന്തം നമ്മളെല്ലാവരും ആരാ രാജകീയ? ഞാൻ പറയുന്നല്ല, ദൈവവചനം പഠിപ്പിക്കുന്നു. അവൻ പ്രീസ്റ്റ്ഹുഡ് പുതിയ നിയമസഭയ്ക്കില്ല. എന്നാൽ ഈ പറഞ്ഞ ഓഫീസ് അപ്പസ്തോലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. എന്തിനാണ് തന്നത്? സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഓഫ് ചർച്ച്. സഭയുടെ ആത്മീക വർധനയ്ക്ക്, ഗ്രോത്തിന് വേണ്ടിയാണ് ഈ ഓഫീസസ് ദൈവം തന്നത്. അനേകരെ പഠിപ്പിക്കുക. എന്ന് പകൽക്കാലം ഓർത്തോണം, വിശ്വാസികളെ ശുശ്രൂഷകൾ ഏൽപ്പിക്കുക, എന്നെ പഠിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിലാണേലും 4 പേരെ കൂടാൻ മനസ്സുള്ളവര്, അവൻ നിങ്ങൾ പ്രാർത്ഥന വെച്ച് എന്നെ വിളിക്കും, ഞാൻ വരും. നിങ്ങളുടെ പ്രശ്നം ഞാൻ കേൾക്കാം. കാരണം നിങ്ങൾ ഗ്രോ ചെയ്യണം, സുവിശേഷം വ്യാപിക്കണം, ഈ ലോകം സുവിശേഷീകരിക്കപ്പെടണം. എന്നുമെന്നും 4 ഹോളിന്റെ അവൻ ചുറ്റുമിരുന്നിട്ട് കമ്മിറ്റി ഉണ്ടാക്കി അടിപിടി ഉണ്ടാക്കാനും പൊളിറ്റിക്സ് കളിക്കാനും അല്ല യേശു വിളിച്ചത്. പോകുകയും സകല സൃഷ്ടിയോടും. അവിടെ പേഴ്സണൽ അജണ്ട ഇല്ല, പൈസ. എന്തുകൊണ്ടായി അവൻ കള്ളത്തരങ്ങൾ നടക്കുന്നത്? കാരണം ആരും കർത്താവിന് വില ചെയ്യുന്നില്ല. ഒരു ഗ്രൂപ്പ് വന്നിട്ട് അവരുടെ അവൻ പ്ലാൻ, അവരുടെ ഹോസ്പിറ്റലില് അവർ പിന്നെ കൂട്ടാടി, പിന്നെ സത്യം അറിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് പഴയതിലോട്ട് തിരിച്ചു പോവാ. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് പറയാ, ഉണര്, സമയം ഇനിയില്ല. അതുകൊണ്ട് മുമ്പോട്ട് പോയിട്ട് വളരാൻ ഈ ഓഫീസസ് ആക്കി. ഇപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം, ഡിസൈൻ എന്ന് പറയുന്നത് ചർച്ച് വളരണം, എവ്രി ബിലീവേഴ്സ് വളരണം. ഇന്ന് പകൽക്കാലം സഹോദരൻ സൂസൻ അവൻ സ്വന്തം ചെയ്യുന്നു, വന്നു വചനം പറഞ്ഞില്ലേ? ഇന്നലെ ആണെങ്കിലോ അറിയത്തില്ല, അവൻ എന്തിന് വേണ്ട വേറെ ആരെങ്കിലും. ഷി വാസ് കംപ്ലീറ്റ്ലി പുഷിംഗ് ഓഫ്. ഞാൻ അവിടെ ആഗ്രഹം പോലെ നടന്നല്ലോ, മഞ്ഞം കൊണ്ട് ആരും വരുത്തില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. നോക്ക്, ഇത്രയും പേരെ ദൈവം കൊണ്ടൊന്ന് കേൾപ്പിച്ചില്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം തന്റെ ജനം വളരാൻ ആഗ്രഹിക്കുന്നു. അമ്മയെ സ്വന്തം ചെയ്യുന്ന ഒരു പാസ്റ്റർ പോയി കുതി, നല്ലതാ, കീഴടങ്ങി നല്ല കാര്യം. പക്ഷെ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഡു ഇറ്റ്. യേശു ഒരിക്കൽ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ബൈബിളിലെല്ലാം തെളിവുണ്ട്. യേശു ശിഷ്യന്മാര് നടക്കുമ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ വേറൊരാൾ എന്ത് ചെയ്തിരുന്നു? പ്രസംഗിച്ചു. ഉടനെ യോഹൻ എന്ന് പറയാം, അവനെ നിരോധിക്കട്ടെ, അല്ലേ, അവനെ സ്റ്റോപ്പ് ചെയ്യട്ടെ. കർത്താവ് നോ നോ. യേശു പറഞ്ഞു, ഞാനോടൊപ്പം വേറെ ആരും പറയണമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ആഗ്രഹം രാജ്യത്തിന്റെ സുവിശേഷം പോകുമ്പോൾ അറ്റത്തോളം എന്ത് ചെയ്യണം? ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ ശുശ്രൂഷകരായിരുന്നെങ്കിൽ, എല്ലാവരുമായിരുന്നെങ്കിൽ നിങ്ങൾ വളരും. നിങ്ങളുടെ ഈ സൂസം പറഞ്ഞില്ലേ, നടുമ്പോ ഈ നടുന്ന ആളുടെ ആഗ്രഹം എന്തുവാ? ഇത് ഗ്രോ. അതിനുവേണ്ടി വ്യഗ്രത വന്നിട്ട് ഒരു ഇല വെക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. സൂസം പറഞ്ഞാൽ ശ്രദ്ധിച്ചു വേണം. നീ നട്ട ഒരു വിത്ത് അതൊന്ന് വളർന്ന് സ്പ്രൗട്ട് ചെയ്യുമ്പോൾ നിന്റെ സന്തോഷം നീ അനുഭവിക്കണം. യു ഹാവ് ടു ബ്രിങ് സംബഡി ഇൻടു ക്രൈസ്റ്റ്. അവരെ വളർത്താൻ നീ കൊതിക്കുകയും നീ പ്രാർത്ഥിക്കുകയും വല്ലവരെയും കൊണ്ട് കൈക്കൂലി കൊടുത്ത് കൂലിക്കാരെ വിളിച്ച് ചെയ്യുന്ന പരിപാടിയല്ലേ പറയുന്നു. നീ ചെയ്യണം. യു വിൽ ചേഞ്ച്. അതിന്റെ ജീവിതത്തെ മാറ്റും. അത് വളരുമ്പോൾ, അവർ ഫലം കായ്ക്കുമ്പോൾ, അവർ പ്രസവിക്കും. എന്റെ ദൈവം, നിങ്ങളുടെ സന്തോഷം. അമിത്സോളം പെഴ്സിമോളൊക്കെ കാതിച്ചപ്പോൾ സൂസന്റെ സന്തോഷം എന്തായിരിക്കും? കൃഷി ചെയ്യുമ്പോൾ എനിക്കത് അറിയത്തില്ല, കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യം സമയമില്ലാത്തതുകൊണ്ട്. പക്ഷെ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് നടുമ്പോ അതിന്റെ ഫലം കാണാൻ വലിയ ആനന്ദം മാത്രം. അവിടെ ഈ വർഷം പരിശുദ്ധമ്മ പറയാൻ വളരണം. അപ്പോൾ നോക്കട്ടെ, സമയമില്ലാത്തതുകൊണ്ട് അവൻ ഫസ്റ്റ് തിങ് ജനിക്കണം, അല്ലേ? ജനിക്കണം. അവൻ ജനുവരിയില് ഒരു ലൈഫ് തുടങ്ങണമെന്ന് പറയുന്നത് ജനിക്കുമ്പോൾ. ബോൺ ഓഫ് ഗോഡ്. നമ്മൾ എവിടെ നിന്നാണ് ജനിച്ചേക്കുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചു. ആമേൻ. സ്വന്തം ചെയ്യുന്നു. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ തീം മറന്നു പോകല്ലേ. പക്ഷേ ഒരു കാര്യം, നിങ്ങള് പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ
എന്താ ആദ്യം വരുന്നത് നിങ്ങളുടെ മനസ്സിൽ? ഒരു ചെടി കിളിർക്കണമെങ്കിൽ എന്തോ വേണം? സീഡ്. ഏറ്റവും വലിയൊരു കാര്യമാണ് വിത്ത്. അത് നല്ല വിത്തല്ലേ പ്രശ്നമാണ്. വിത്ത് നല്ലതല്ലെങ്കിൽ ഉണ്ടാകുന്ന ചെടിയും നല്ലതാകിയില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് പറഞ്ഞു വിടുക. ലൂക്കോസ് 8:11 അവൻ യേശു വിതയ്ക്കാൻ പോയവനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ വിത്ത് എന്തുവാന്നറിയാമോ? വചനമാകുന്ന വിത്ത്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനം, കേൾക്കുന്ന വിത്ത് നല്ല വിത്താകണം. നല്ല വിത്ത് അല്ലെങ്കിൽ അത് ഫലം തരത്തില്ല. അവൻ സ്വപ്നം ചെയ്യുന്നു. അവൻ 13:23 അവൻ സ്വപ്നം ചെയ്യുന്നു. ഒരു മനുഷ്യന് നല്ല നിലത്ത് ഈ നല്ല വിത്ത് വിതച്ചപ്പോൾ 30, 60, 100. നമ്മുടെ കൂട്ടായ്മകളിൽ ഇത് വിതയ്ക്കണം, അത് വളർത്തണം, എന്നിട്ട് വളരണം. 30, 60, 100 ഫോൾഡ് അവൻ ഫലം കൊണ്ടുവരണം. അവൻ സ്വപ്നം ചെയ്യുന്നു. ഈ ബൈബിൾ വായിക്കുമ്പോൾ വചനത്തെ വിത്തായിട്ട് ഉപയോഗിക്കുക. 1 Peter chapter 1:22-25 1 പത്രോസ് ലേഖനം അവൻ സ്വപ്നം അതിന്റെ 1:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ലേഖനം എന്താ പറയുന്നു നോക്കിയേ. അവൻ വായിച്ചാട്ട് മലയാളത്തിൽ ഇതിലുള്ള വായിക്കാം. 1 പത്രോസ് 1:22 മുതൽ 25 വരെ. പത്രോസ് 1:22 മുതൽ 25 വരെ. എന്നാൽ സത്യം അനുസരിക്കായാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവാജ്യമായി സഹോദരപ്രീതിക്കായി നിർമ്മിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പി. സത്യം അനുസരിക്കണം, സത്യമാകണം. വചനം പ്യൂർ ആണ്. അടുത്ത വാക്യം കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്ന ബോൺ ഓഫ് ഗോഡ് അല്ലേ? ഈ ബോൺ ഓഫ് ഗോഡ് ആകുമ്പോൾ ഇടുന്ന വിത്ത്, നിങ്ങൾ കേൾക്കുന്ന വചനം, നിങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന പഠിപ്പിക്കല്, അത് ബൈബിൾ പറയുക അൺപെറിഷബിൾ അൺകറപ്റ്റബിൾ സീഡ്. ഇന്ന് അനേകർ വചനം പ്രസംഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ചേർത്ത് മായം ചേർത്ത്, അവിടെ പാരമ്പര്യങ്ങൾ ചേർത്ത്, സത്യവചനം ഉള്ളതുപോലെ പ്രീച്ച് ചെയ്യാതെ. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? കേടുള്ള വിത്ത് വീണിട്ടുണ്ടാകുന്ന വൃക്ഷം പറയുന്നത് കേടുള്ള വൃക്ഷമായിട്ട് വരും. സത്യവചനം ഗ്രഹിക്കാതെ, വചനം ട്രൂത്ത് ഗ്രഹിക്കാതെ വളർന്ന വൃക്ഷം. അപ്പൊ ഇവിടെ പറയുക, അവൻ അടുത്ത വാക്യം പറയുക, അവൻ പുല്ലുണങ്ങും, പൂ വാടിപ്പോകും. ദൈവത്തിന്റെ വചനം അവൻ എന്നേക്ക് നിലനിൽക്കും. അൺകറപ്റ്റബിൾ സീഡില്ലാൽ നീ ജനിച്ചൊരു ദൈവ പൈതലാണെങ്കിൽ യു വിൽ ലാസ്റ്റ് ഫോർ എവർ. എന്നാൽ മായമുള്ള വചനം കേട്ട് പഠിപ്പിക്കപ്പെട്ട് അതിൽ വളരുന്ന വിശ്വാസിയാണെങ്കിൽ, ആ വിത്തിൽ ജനിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ യു മേ നോട്ട് സ്റ്റാൻഡ് ഫോർ എവർ. കർത്താവിന്റെ ആഗ്രഹം സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് ഏകും. ഉള്ള വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിച്ച് നീ വളർന്നില്ലെങ്കിൽ ഗ്രോത്ത് ശരിയാകത്തില്ല. കേൾക്കുന്ന വചനങ്ങൾ റൈറ്റ് ആയിട്ട് പ്രാപിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, സീസൺസ് വരുമ്പോൾ നീ ഇളകിപ്പോകും. അപ്പോൾ നിന്റെ ഉള്ളിൽ വീഴുന്ന ട്രൂത്ത്, ആ അൺപെറിഷബിൾ വേർഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുക ഗലാത്യ ലേഖനത്തില്, വഞ്ചിക്കപ്പെടരുത്. ഡു നോട്ട് ബി ഡിസീവ്ഡ്. ഓരോരുത്തൻ വിതയ്ക്കുന്നതെന്നേ അവനവൻ എന്ത് ചെയ്യും? കൊയ്യും. നല്ല വിത്ത് വിതച്ചാല് നല്ല ഫലം കൊയ്യും. ആകാത്ത വിത്ത് വിതച്ചാൽ ആകാത്ത ഫലം കൊയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർത്തോ, നിങ്ങളിൽ നിന്നൊരു കൊയ്ത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പറയുന്നത്, കർത്താവേ ഞാൻ പോകുമ്പോൾ, അത് ഏത് പാസ്റ്റർ വിഷയമല്ല, കർത്താവേ സത്യവചനമാകുന്ന വിത്തിന്റെ ഉള്ളത്തിൽ വിതയ്ക്കാൻ. കാരണം എനിക്ക് 30, 60, 100 മേനി അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഫലം പുറപ്പെടുവിക്കാൻ എന്നെ ചലഞ്ച് ചെയ്യുന്ന ട്രൂത്ത് വേർഡ്, ഹല്ലേലൂയ, വഞ്ചിക്കപ്പെടാതിരിപ്പാൻ. കർത്താവേ അവൻ സ്വപ്നം ചെയ്യുന്നു, ഞാൻ തെറ്റായ വചനം കേട്ടിട്ട് പുറകെ പോയാൽ ഞാനും ആ കുഴിയിൽ പോയി അകപ്പെടും, അങ്ങനെ വീഴാതിരിപ്പാൻ സത്യവചനം എന്റെ ഉള്ളത്തിൽ വിതയ്ക്കാൻ. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്കാണെങ്കിലും ഞായറാഴ്ച, ആ പാസ്റ്ററുടെ വായിൽ വരുന്ന വാക്കുകൾ ഹോളി സ്പിരിറ്റ് നീ കൺട്രോൾ ചെയ്യണം.
ആ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഒന്നും ഒന്നെടുത്ത് എന്ത് ചെയ്യരുത്, പഠിപ്പിക്കല്ലേ. ഞങ്ങൾക്ക് പ്യോർ വേർഡ് വേണം, അൺഅഡൾട്ടറേറ്റഡ്, മായമില്ലാത്ത പാല് ഞങ്ങൾക്ക് വേണം. Because we want to grow. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, വളരണം. അതുകൊണ്ട് ഓർത്തോണം, അമേൻ സ്തോത്രം ചെയ്യുന്നു. ആ ഗലാത്യ ലേഖനത്തിൽ 6:8 പറയുക, ജഡത്തില് വിതച്ചാൽ, ഇന്ന് അനേകം ജഡത്തിൽ വിധിക്കുന്നവരുണ്ട്. അവൻ കാരണം അവൻ അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ത് ചെയ്യുന്ന പറഞ്ഞേ. പക്ഷെ ഇന്നത്തെ സുവിശേഷകന്മാർ ദുഷ്ടന്മാർ, ലോകമാണെങ്കിൽ നമുക്ക് അതും ചെയ്യണം, ഇതും വേണം, അതും വേണം. പ്രസംഗിക്കുന്ന വചനം, ചെയ്യുന്ന ലൗകികന്റെ പ്രവൃത്തി, എന്നിട്ട് അത് ഓക്കെ ആണെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ദേവദാസന്മാർ. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ആകാത്തത് വിതച്ച, ജഡത്തിൽ ആകാത്തത് വിതച്ച എന്തു കൊയ്യുമെന്നാ പറഞ്ഞേക്കുന്നത്, മരണം കൊയ്യും. ആമേൻ സ്തോത്രം ചെയ്യുന്നു. 8ാമത്തെ വാക്യം ആമേൻ സ്തോത്രം ചെയ്യുന്നു. The one who sows to his flesh, own flesh will from the flesh reap corruption. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അത് 6:8 ആമേൻ സ്തോത്രം, കറപ്ഷൻ നിങ്ങൾ കൊയ്യും. ആമേൻ. എന്നാൽ but the one who sows to the spirit from the spirit reap eternal life. ആമേൻ. ജഡത്തിലൊടത്ത് നാശം കൊയ്യുമ്പോൾ ആമേൻ സത്യത്തിൽ പ്യോർ വേർഡ് ഓഫ് ഗോഡ് വിതച്ച് ആ സീതിൽ വളരുകയാണെങ്കിൽ കൊയ്യുന്നത് നിത്യജീവനാണ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമുക്കറിയാം നാട്ടിൽ ചില സ്കൂളുകളുണ്ട്, 100% ജയം അല്ലേ. ഈ സ്കൂളിൽ 100% ആൾക്കാർ എന്ത് ചെയ്യുക, പാസ്സാകും അല്ലേ. ഇവിടെ സ്കൂളുകളെ ഗ്രേഡ് ചെയ്യുന്ന അങ്ങനെയല്ലേ, എത്ര പേര് ജയിച്ചു. ഇന്ന് പകൽക്കാലം എത്ര പേര് സഭയിൽ വന്നു എന്നുള്ള വിഷയം. സഭയിൽ 100% ദൈവസന്നിധിയിൽ എത്തിയോ ഇല്ലയോ, അതാണ് വിഷയം. ഇന്ന് പകൽക്കാലം പരിശുദ്ധമ പറയുന്നു, വളരണം, വളരുമ്പോൾ കീ. അവൻ ഇങ്ങോട്ട് പോകാൻ സമയമില്ല, ഒത്തിരി കാര്യങ്ങൾ. ഇന്ന് രാത്രി അവൻ പെട്ടെന്നൊന്ന് പറഞ്ഞുവിടാം, അങ്ങോട്ട് പോകുന്നില്ല. അവൻ സ്വന്തം പുതിയ അവൻ സ്വന്തം വചനം വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കണ്ണീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. ഈ ദിവസങ്ങൾ എന്ത് വിതയ്ക്കുന്നു ഓർത്തോണം. എന്നാൽ വിത്ത് വിതയ്ക്കാൻ തരുന്നവൻ ആരാ? 2 കൊരിന്ത്യർ ലേഖനം 9:10 സമയം കിട്ടാൻ ചൊവ്വാഴ്ച നമുക്ക് ചിന്തിക്കണം. അവൻ സ്വന്തം വിതയ്ക്കുന്നവന് വിത്ത് കൊടുക്കുന്നവൻ ആരാന്നറിയാമോ? ദൈവം. ദൈവം അല്ല, ദൈവം. ഹല്ലേലൂയ. ദൈവം കൊടുക്കണം വിത്ത്. അവൻ സ്വന്തം. ഇനി ദൈവം തന്ന ജ്ഞാനമൊക്കെ ഉപയോഗിച്ചോ, അത് വരുമ്പോഴും നിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ പ്രാപിക്കണം. നീ ഏത് റിസർച്ച് മെത്തഡ് ഉപയോഗിച്ചാലും, ഏത് പുസ്തകം ഉപയോഗിച്ചാലും ശരി. ഇന്ന് പ്രസംഗം തയ്യാറാക്കുന്നവർ ഡേറ്റ്സ് ബൈബിൾ ഒക്കെ ഒരു ബൈബിൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. കാരണം റെഫറൻസ്, കാരണം മൊത്തം പോയി കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ, യൂസ് എനി ടൂൾസ് യു. അത് മാത്രമാകല്ലേ, അതിൽ നിന്ന് നീ മർമ്മം പ്രാപിക്കണം. യു ഹാവ് ടു റിസീവ് ഇറ്റ് ഫ്രം ദ ലോർഡ്. എന്നിട്ട് അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ വിത്ത് വിതയ്ക്കാൻ കൊടുക്കുന്ന ദൈവമാ. ആ കണ്ണീരോട് ആ വിത്ത് നീ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. ഇന്ന് പകൽ ഞാൻ കണ്ണു കർത്താവേ അവൻ സ്തോത്രം ചെയ്യുന്നു. ഇത് അവൻ ജസ്റ്റ് ജോലി ചെയ്യാൻ വേണ്ടിയല്ല, പാസ്റ്റാകാൻ വേണ്ടിയല്ല, ഈ വിത്ത് ഫലം കൊണ്ടുവരണം, ഇല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. അടുത്തത് അവൻ അവിടെ പൗലോസ് പറയുക, അവൻ ഞാൻ നട്ടു, അപ്പല്ലോസ് എന്ത് ചെയ്തു, വളർത്തുന്നത് ആരാ? അവൻ പറയും. പെട്ടെന്ന് ഫ്രണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞുവിടാൻ വലിയ സമയം. ഇനി കറപ്റ്റബിൾ സീഡുണ്ട്, ഇൻകറപ്റ്റബിൾ സീഡുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇനി അടുത്തത് അവൻ സ്വന്തം ചെയ്യുന്നു. കറപ്റ്റബിൾ സീഡും അവൻ എന്താ പറയുന്നത്, എന്തോ വീടുമുണ്ട്. വീടെന്ന് പറയുന്നത് എന്തോ, കള. നോക്കണം, ഇത് വളരുമ്പോ രണ്ടും കണ്ടാ എങ്ങനെ ഇരിക്കും? ഒരുപോലെ ഇരിക്കും. വളരുമ്പോ സഭയിൽ നിന്ന് നല്ല വ്യക്തിയിൽ നിന്ന് വളരുന്ന ചെടികളുമുണ്ട്. കളകൾ ശത്രുവെന്ന് വിളിച്ചിട്ട് വിതച്ചിട്ട് സത്യവചനമല്ലാത്ത കളകൾ അത് വളരുമ്പോൾ കണ്ടാ ഒരുപോലെ. പക്ഷെ സൂക്ഷിച്ചു നോക്കിയ രണ്ടും വ്യത്യാസം. അത് പിഴുതു കളയാൻ പറ്റുമോ? ഇല്ല. ഓർത്തോണം, വീഴുന്ന വിത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ സ്വന്തം 2 ഓർത്തോണം. കള വിതയ്ക്കുന്ന ആരാന്നറിയാമല്ലോ? പിശാച്. ദുരുപദേശങ്ങൾ കൊണ്ട് ചർച്ചകൾ വിതപ്പിച്ചിട്ട് അവൻ സത്യത്തിൽ വളർന്ന് നല്ല ഗ്രീൻ ആകേണ്ടതിന് പകരം ദുരുപദേശം വിധിച്ച് അതിൽ നിന്ന് ഒത്തിരി പേര് കിളിച്ചു വരും. അത് സഭയിൽ കളയായിട്ട് വളരും. പക്ഷെ ഉടനെ പറിച്ചു കളയാൻ പറ്റില്ല. കർത്താവിന് ദിവസമുണ്ട്, മറന്നു പോകല്ലേ. അവൻ സ്വന്തം ചെയ്യുന്നു. ഈ ലോകത്തിൽ ഇന്നും അനേക വിതകൾ നടക്കുന്നുണ്ട്. അവൻ കൊയ്ത്തു വരെ വളരേണ്ട ആവശ്യമാണ്. ഇനി അടുത്തത് യേശു പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, പരീശന്മാരുടെ പുളിച്ച മാവ്, അൺലവൻനെസ്. ഫാരിസീസ് ഉണ്ട്, ടീച്ചേഴ്സ് ഓഫ് ലോ ഉണ്ട് പഴയ നിയമത്തില് യേശുവിന്റെ കാലത്ത്. അവരെല്ലാം വചനം അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് തലനാരിയ ഇന്റർസെക്ട് ചെയ്ത് ഡൈസെക്ട് ചെയ്ത് എല്ലാം അറിയാം. കാരണം ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് വിദ്വാൻമാർ ചോദിച്ചു, എവിടെയാണ് മശിഹ? അവർ പലരും പറഞ്ഞു, ബെത്ലഹേമിലാണ്. അല്ലേ? അറിയാൻ വയ്യാത്ത they know the word. പക്ഷെ അവര് പഠിപ്പിക്കുന്ന യേശു പറയാ, പരീശന്മാരുടെ പുളിച്ച മാവ് എന്ത് ചെയ്തോണം?
സൂക്ഷിച്ചോണം. പുളിച്ച മാവ് എന്ന് പറഞ്ഞാൽ വചനമെടുക്കും, സത്യമുള്ളതുപോലെ പഠിപ്പിക്കത്തില്ല, പാരമ്പര്യങ്ങൾ കേറ്റി പഠിപ്പിക്കും. അതുകൊണ്ട് ട്രഡീഷൻസിനെ കുറിച്ച് സൂക്ഷിച്ചോണം. എനിക്ക് സമയമില്ല, ഇനി സമയം കിട്ടുമ്പോൾ പറയാം. യേശു പ്രത്യേകം പറഞ്ഞു, നോക്ക്, ജീസസ് യൂസ്ഡ് മെറ്റഫോർസ് ഓഫ് ലെവൻ ടു ഡിസ്ക്രൈബ് ഹ്യൂമൻ ട്രഡീഷൻസ്. ഐ മീൻ പുളിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ സമ്പ്രദായം, നിങ്ങളുടെ അപ്പനപ്പന്മാര് കൊണ്ട് പണ്ടുതൊട്ടേ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അത് സമ്പ്രദായം. യേശു ചോദിക്കുക, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സിനെ അൺഡു ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് യേശു ചോദിക്കുക. കൽപ്പനകളെ അഴിക്കുന്നത് എന്ത്? ഓർത്തോണം, ട്രഡീഷൻസ് കൊണ്ടുവരുമ്പോ ജസ്റ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഈസ്റ്റ് പെർമിയേറ്റ്സ്. അവൻ ഒരിച്ചിരി പുളിച്ച മാവ് ഇട്ടാൽ മതിയല്ലേ, പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യും? തുളിപ്പിക്കും. അതോർത്തോളം കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനം സത്യമാണോ? Expansions through teaching. 11 represents doctrine, teaching that shapes one's outlook and renders a person helpless against its spreading effect. കാരണം കേട്ടപ്പോ മുതലേ ഞാൻ വളർന്ന് പഠിച്ചു വന്ന, ഇപ്പം സത്യം അറിഞ്ഞിട്ടും സത്യത്തിന് വേണ്ടി ഇറങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയാതെ ഈ ചാഞ്ഞ് ഇത് സത്യം അത് സത്യമായിട്ട് ചാഞ്ഞു പോകുന്ന പരിപാടി, it won't work out. സ്വന്തം ചെയ്യുന്ന അടുത്തത് inward corruption. While traditions often focus on outward rituals and ceremonies of washing, the 11 words from inside out. ഒരിക്കലും യേശു കൊണ്ട് ട്രഡീഷൻസ് കൊണ്ട് ദൈവവചനം അഴിക്കരുത്. ഉദാഹരണം പറഞ്ഞ ട്രഡീഷൻസ്, ബൈബിൾ പറയാ രക്ഷിക്കപ്പെടണം സ്നാനപ്പെടുന്നതിന് മുമ്പ്, അല്ലേ? അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. എന്നിട്ട് ആരെ പ്രായമുള്ളവരെയും മുക്കരുത്, കുഞ്ഞുങ്ങളെയും മുക്കരുത്, വിശ്വസിക്കുന്നവരെ. പക്ഷെ നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത്, കൊച്ചു കുഞ്ഞായപ്പോ ഞങ്ങളുടെ പണ്ട് അപ്പച്ചന്മാരും അങ്ങനെ ചെയ്തത്, അത് മാമോദിസ എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് അംഗീകരിച്ചു. ഇപ്പൊ നമ്മളെല്ലാവരും അതങ്ങ് ചെയ്യുക. വചനം വായിച്ച് സത്യം അറിഞ്ഞിട്ടും അത് ചെയ്യുക. ഓർക്കണം, പൊളിച്ച മാവ് ദൈവവചനം. അതുകൊണ്ട് നീ സത്യം അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സാധനം, പിന്നെ മാമോദിസയ്ക്ക് പോയിട്ട് ആമേൻ എന്ന് പറയല്ലേ. യു കനോട്ട്, യു വിൽ ബിക്കം എ ഹിപ്പോക്രിറ്റ്. സത്യം അറിഞ്ഞിട്ട് കള്ളത്തരം കാണിക്കുന്നിടത്ത് പോയി യെസ് എന്ന് പറയാൻ പറ്റുകയില്ല നിങ്ങൾക്ക്. ഓർത്തോണം, സ്നാനമാ സത്യം, വിശ്വസിച്ച് സ്നാനമാ സത്യം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം മക്കളുടെ കുഞ്ഞിനെ മുക്കാൻ പോയാൽ നിങ്ങൾ പോകരുത്. മീൻസ് അതുപോലെ ആമേൻ എന്ന് പറയുക, അങ്ങനെ തന്നെയെന്ന് പറയുക. എങ്ങനെ പറ്റും അങ്ങനെ? യു കനോട്ട് ബി ഹിപ്പോക്രിറ്റ്സ്. സ്നേഹത്തിൽ അവരെ താഴ്ത്തിക്കെട്ടണ്ട, ഉപദ്രവിക്കണം. സ്നേഹത്തിൽ സത്യം പറയണം. ഇല്ല മക്കളെ, ഞാൻ കുഞ്ഞിന് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചോളാം, പക്ഷെ എനിക്ക് അവിടെ ഒന്ന് വീക്ക്നെസ് ആയിട്ട് ആമേൻ പറയാൻ പറ്റത്തില്ല. കാരണം കാരണം നിങ്ങളുടെ ട്രഡീഷൻസ് കൊണ്ടുവന്ന് നിങ്ങൾ ദൈവത്തിന്റെ വേർഡിനെ കറപ്റ്റ് ആക്കി അതിനെ ഇപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുക. ഐ കനോട്ട് സ്റ്റാൻഡ് വിത്ത് ആൻഡ് സേ amen to that, because the word of God is very important. vain worship തന്നെ പറയുക, പാരമ്പര്യത്തിലുള്ള ആരാധന ദൈവം പറയുന്നത് വ്യർത്ഥമായുള്ള ആരാധന. യേശു പറഞ്ഞു, എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മനുഷ്യന്റെ കൽപ്പനകൾ. വചനമുണ്ട്, പക്ഷെ അതിനെ പാട്ടായിട്ട് എഴുതി വെച്ചേക്കുക. They are singing and reciting, ടേപ്പ് റെക്കോർഡർ പാടുന്ന പോലെ പാടുക. vain worship, വ്യർത്ഥമായിട്ടുള്ള ആരാധന. യേശു അത് ആഗ്രഹിക്കുന്നില്ല, വചനത്തിൽ വളരണം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് കീ വാണിംഗ് വേഴ്സ് ഓർത്തോണം. മാർക്ക് 7:13 സ്വന്തം ചെയ്യുന്നു. നിങ്ങളുടെ സമ്പ്രദായങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ ബലമില്ലാതാക്കുകയാണ്. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്ന് പറയുന്നിടത്ത് ട്രഡീഷൻ പറയാം, നീ എന്നാൽ നിനക്ക് ഉപകാരമായി വരത്തക്കണം കുർബാൻ എന്ന് അപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പന് വേണ്ടി ഒന്നും ചെയ്യേണ്ട എന്നവരുടെ ട്രഡീഷൻ പറയുക. ബൈബിൾ പറയുന്നില്ല, അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ഓർത്തോണം, ബൈബിൾ ശക്തമായ ട്രഡീഷൻസ് എന്തിനാ. പൗലോസ് പറയുമ്പോൾ കൊലോസ്യ ലേഖനം 2:8 സ്വന്തം ചെയ്യുന്നു. അവിടെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മനുഷ്യൻ നിങ്ങളെ തെറ്റിച്ച് കളയും. ലെറ്റ് നോ വൺ സ്പോയിൽ യു after the traditions of men. മനുഷ്യന്റെ പാരമ്പര്യവും സമ്പ്രദായവും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കാൻ സൂക്ഷിക്കണം. അപകടങ്ങൾ ഉണ്ട് കേട്ടോ. സ്വന്തം ചെയ്യുന്നു. പുളിച്ച മാവാകുന്ന പാരമ്പര്യത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ സത്യം അനുസരിക്കാൻ കഴിയാതെ വണ്ണമുള്ളവരായിട്ട് നമ്മൾ മാറും. സ്വന്തം സമയം അതുകൊണ്ട് പോയിട്ട് അടുത്തതായിട്ട് റോങ് ടീച്ചിങ്സ്. ദൈവം തെറ്റായിട്ടുള്ള പഠിപ്പികൾക്ക് എതിരായിരുന്നു യേശു ക്രിസ്തു. അതിനെ ഹിപ്പോക്രസി, കപടഭക്തി എന്ന് എന്റെ യേശു വിളിച്ചിരുന്നു. അതിനെ സെൽഫ് റൈച്ചസ് എന്ന് യേശു വിളിച്ചിരുന്നു. അതിനെ ആത്മിക അന്ധത എന്ന് യേശു വിളിച്ചിരുന്നു. അടുത്തത് ഇനി ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചാഫിനെ കുറിച്ച് പറഞ്ഞു. സൂസൻ ഇത് പറയാനിടയായി തീർന്നു. സ്വന്തം വേറെ ആരോടോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രെയിൻ ഉണ്ട്, ചാഫ് ഉണ്ട്. ചാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിരും നല്ല വിത്തും. സ്വന്തം ചെയ്യുന്നു. പതിന്റെ അവസാനം എന്തുവാ? കൂട്ടിയിട്ട് കത്തിക്കുക. നല്ല വിത്താണെങ്കിൽ കളപ്പുറയിലേക്ക്
കൂട്ടിവെക്കുക. ഓർത്തോണം. അപ്പോൾ ഗ്രോത്തില് നമ്മളൊരു കാര്യം എപ്പോഴും അറിയേണ്ടത്, വളർച്ചയ്ക്ക് ഒരു കാര്യമുണ്ട്. ഗ്രോത്ത് സ്പിരിച്വൽ സത്യങ്ങളില് ബേസ്ഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ വളരുന്ന വിത്ത് കഴമ്പില്ലാത്തതായിട്ട് മാറും. കതിര് കാണും, കതിരയില് സ്വത്രം ഈ നെല്ല് പോലിരിക്കുന്ന അല്ലെങ്കിൽ വീറ്റ് പോലിരിക്കുന്ന കാണും. സ്വത്രം ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ഒരു ഗ്രെയിനും കാണത്തില്ലെന്ന് ഓർത്തോണം. അതുകൊണ്ട് പൗലോസ് വളരെ വാൺ ചെയ്യുക. 1 കൊരിന്ത്യർ ലേഖനം 3:10 മുതൽ വായിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവെന്ന അടിസ്ഥാനം ഇട്ടു. ഓരോരുത്തരും ഏത് അടിസ്ഥാനം ഇടുന്നു എന്ന് വളരെ സൂക്ഷിച്ചോണം. എന്നാൽ ഞാൻ വളർന്നു വന്ന ഓർത്തഡോക്സ് സഭ പറയുക പത്രോസ് എന്ന അടിസ്ഥാനത്തിന്മേലെ ചർച്ച പണിതെന്ന്. ബൈബിൾ പറയുന്നു പത്രോസ് പറയുക ക്രിസ്തു ആകുന്ന മൂലക്കൽമേൽ പണി എന്ന് പറയുമ്പോൾ എന്റെ ട്രഡീഷൻസ് എന്നെ പഠിപ്പിക്കുകയാണ് പത്രോസിന്റെ മേല സഭ പണിയപ്പെട്ടത്. ഹൗ ക്യാൻ ഇറ്റ് ബി? ഞാൻ അവിടെ പോയി എനിക്ക് ആമേൻ പറയാൻ പറ്റുകയില്ല. കാരണം ഓർത്തോണം, ഏത് അടിസ്ഥാനത്തിൽ പണിയുന്നു എന്ന് സൂക്ഷിച്ചോണം. എന്റെ മണ്ടയ്ക്ക് പണിയുന്നവരും വളരെ ശ്രദ്ധിച്ചോണം. ചെക്ക് വാട്ട് യു ബിൽഡ്, ട്രൂത്ത് ഓർ ട്രഡീഷൻ, സ്പിരിറ്റ് ഓർ ഫ്ലഷ്. ചെക്ക് വാട്ട് യു സോ. ദ സീഡ് ഡിറ്റർമിൻസ് ദ ഹാർവെസ്റ്റ്. നീ വിധിക്കുന്ന വിത്താണ് കൊയ്ത്ത് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു തീയുണ്ട്. നീ കറക്റ്റായിട്ട് വിതച്ച് വളരുന്ന ഇതാണെങ്കിൽ പ്രതികൂലങ്ങളും തീകളും വരുമ്പോഴും അത് നിൽക്കും. അത് ഓർത്തോണം. ഈ ദിവസങ്ങൾ ഒത്തിരി പേര് രക്ഷയിലേക്ക് വരുന്നുണ്ട്. പ്രശ്നം വരുമ്പോ ഇത് വേണ്ട, തിരിച്ചു വീണ്ടും പഴയ വഴിയിലോട്ട് പോകും. ഒരു മദ്യപാനിയാണ് രക്ഷിക്കപ്പെട്ട് വരുന്നതെങ്കിൽ സത്യവചനം കേട്ട് സത്യത്തിൽ വളരാത്തതുകൊണ്ട് പ്രശ്നം വരുമ്പോൾ പറയും എനിക്കിത് വേണ്ട, നിങ്ങളുടെ കുടിക്കുന്നതെല്ലാം തിരിച്ച് കുടിയിലേക്ക് പോകും. കാരണം എന്താ? അവൻ ഉള്ളിലിട്ടിരിക്കുന്ന സീഡ് കറക്റ്റ് അല്ല. അതുകൊണ്ട് പ്രശ്നം വരുമ്പോൾ അവൻ കുലുങ്ങിപ്പോവുകയാണ്. എന്നാൽ സത്യവചനം കേട്ടാൽ അത് തീ വരും, ടെസ്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരും, അത് നിലനിൽക്കും, ഫലം കായ്ക്കും. എന്ന് മറന്നു പോകരുത്. സ്വത്രം ചെയ്യുന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു സ്വത്രം ആര് നട്ടാലും ആര് നനച്ചാലും ഫലം തലമാറാക്കുന്നത് ദൈവമാണ്. സ്വത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമാകുന്ന മായമില്ലാത്ത വിത്ത്, ഇൻകറപ്റ്റബിൾ സീഡ് വിതയ്ക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ബൈബിൾ പഠിക്കുമ്പോൾ ആരാണ് ഈ വിത്ത്? യേശുവാണ് വിത്ത്. ബൈബിൾ പറയുന്നു സ്വത്രം യോഹന്നാന്റെ സുവിശേഷം 1:14 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14 പറയാം ആ വചനം ജഡമെടുത്ത് നമ്മുടെ മധ്യത്തിന് ഫ്ലഷിൽ പ്രാർത്ഥിച്ചു. അതാരാ? യേശു ക്രിസ്തു. ഇന്ന് പകൽക്കാലം നീ പണിയപ്പെടേണ്ട യഥാർത്ഥ സീഡ് ആരെന്നറിയാമോ? യേശുനാഥൻ തന്നെയാണ്, വചനം തന്നെയാണ്. അൺകറപ്റ്റബിൾ ആയിട്ടുള്ള സീഡ് സ്വത്രം ചെയ്യുന്നു. അടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം നോക്കണം. ഈ അൺകറപ്റ്റബിൾ സീഡ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് താണ ഭൂമിയിലേക്ക് വന്നു. എന്തിനാ? എന്നെ രക്ഷിക്കാൻ, എന്നെ തന്നെ പോലെയാക്കാൻ, യേശുവെ പോലെയാകാൻ, യേശുവിന്റെ വാക്ക് കാക്കാൻ. എന്തിനാ? കാഹളം ധരിക്കുമ്പോൾ അവനോടുകൂടി എടുക്കപ്പെടാൻ. എന്നിട്ട് പറയുക അപ്പനായ ദൈവത്തിന് മക്കളാക്കാൻ, തന്നോടുകൂടി സകലത്തിനും അവകാശം എനിക്ക് നിങ്ങൾക്കും തരാം. ഓർത്തോ, എന്തിനാ നിങ്ങൾ കർത്താവിലേക്ക് വന്നത്? എന്തിനാ നിങ്ങൾ വളരുന്നത്? ബിക്കോസ് വി ആർ co-heirs with Jesus Christ. യേശു ക്രിസ്തുവിന്റെ കൂടെ കൂട്ടവകാശികൾ ആണ്. പിതാവിനുള്ള സകലത്തിലും അവകാശം യേശുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനമാകുന്ന മായമില്ലാത്ത വിത്ത് കേട്ട് നിങ്ങൾ രക്ഷിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങൾക്കും, ക്രിസ്തുവിലുള്ള സകല അനുഗ്രഹങ്ങൾക്കും, യേശുവിനുള്ള സകല അനുഗ്രഹങ്ങൾക്കും നമ്മൾ കോഹേഴ്സായി കൂട്ടവകാശികളായി മാറുക. നമുക്ക് ദിവസം തന്നെ എഴുന്നേൽക്കാം, നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ വളർച്ചയ്ക്ക് ഞങ്ങൾ കേൾക്കുന്ന വചനം അൺകറപ്റ്റബിൾ സീഡ് എപ്പോഴും പ്രാപിപ്പാൻ കൃപ തരണേ. എന്നിട്ട് ഒരു വചനം കേട്ടാൽ അത് അങ്ങനെ തന്നെയാണോ എന്ന് വീട്ടിൽ പോയി വചനത്തിൽ പോയി പരിശോധിപ്പാൻ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കൃപ തരണമേ. ഒരാൾ പ്രസംഗിക്കുന്ന വചനം ജസ്റ്റ് അങ്ങേറ്റെടുത്തോണ്ട് പോവുകയല്ല, വീട്ടിൽ പോയിട്ട് അങ്ങനെ തന്നെയോ എന്ന ബെറോക്കാരെ പോലെ ചെക്ക് ചെയ്യാൻ, എന്നിട്ട് ഉള്ളത്തിൽ കരയാൻ. കർത്താവേ, സ്വന്തം ഞങ്ങൾ ആരാധനയ്ക്ക് പോയെന്നോ അല്ല, പ്രസംഗം കേട്ടൊന്നോ അല്ല, അൺകറപ്റ്റബിൾ ആയിട്ടുള്ള ആ റിയൽ സീഡാകുന്ന അങ്ങ് ഞങ്ങളുടെ ഉള്ളത്തിൽ വീണിട്ട് അങ്ങ് ഞങ്ങളുടെ ജനനത്തിന് കാരണമാകാൻ, അങ്ങിൽ ഞങ്ങൾ വളരുവാൻ, അങ്ങാകുന്ന തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും ദിവസം തന്നെ എഴുന്നേറ്റ് ഒരു ഗാനം പാടി പ്രാർത്ഥിച്ച് നമുക്ക് തിരിയാം.